ഓം നമോ ഭഗവതി വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 10-ാം അധ്യായമായ വിഭൂതി യോഗത്തിലെ 25 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇനി നമുക്ക് 26, 27 2 ശ്ലോകങ്ങൾ നോക്കാം. 26-ാമത്തെ ശ്ലോകം. സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദഃ ഗന്ധർവാണാം ചിത്രരഥ സിദ്ധാനാം കപിലോ മുനി. സർവവൃക്ഷാണാം, സകല വൃക്ഷങ്ങളിലും വച്ച്, അശ്വത്ഥഃ, ഞാൻ അരയാൽ വൃക്ഷമാകുന്നു. ദേവർഷീണാം, നാരദഃ, ദേവർഷികളിൽ വച്ച് ഞാൻ നാരദനാകുന്നു. ഗന്ധർവാണാം ചിത്രരഥഃ, ഗന്ധർവന്മാരിൽ ഞാൻ ചിത്രരഥനാകുന്നു. സിദ്ധാനാം കപിലമുനിശ്ച, സിദ്ധന്മാരിൽ വച്ച് ഞാൻ കപിലമഹർഷിയുമാകുന്നു. സകല വൃക്ഷങ്ങളിലും വച്ച് ഞാൻ അരയാലാകുന്നു. ദേവഋഷികളിൽ വച്ച് ഞാൻ നാരദനാകുന്നു. ഗന്ധർവന്മാരിൽ ഞാൻ ചിത്രരഥനാകുന്നു. സിദ്ധന്മാരിൽ ഞാൻ കപിലമഹർഷിയാകുന്നു. വീണ്ടും ഭഗവാൻ തുടരുകയാണ്. മഹത്തുക്കളായ ഓരോരുത്തരിലും സ്ഥിതി ചെയ്യുന്നത് താൻ തന്നെയാണ് എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. വൃക്ഷങ്ങളിൽ വച്ച് ഏറ്റവും വലിപ്പമുള്ളതും ആയുസ്സുള്ളതും സൗന്ദര്യമേറിയതുമാണ് അരയാൽ. അരയാലിൻ്റെ പ്രാധാന്യം നമുക്ക് അറിയാവുന്നതാണ്. ക്ഷേത്രമുറ്റത്ത് ശ്രീകോവിലിന് അഭിമുഖമായി നട്ടുവളർത്തുന്നത് അരയാലാണ്. ദിവസേന ക്ഷേത്ര ദർശനം നടത്തുന്ന ഭക്തർ അരയാലിനെയും പ്രദക്ഷിണം വയ്ക്കുന്നു. അശ്വത്ഥനാരായണൻ എന്നാണ് പറയുന്നത്. ഭഗവാന് തുല്യമാണ് അരയാൽ. അതിൻ്റെ ഇലകൾ കൂടുതൽ പ്രാണവായു പുറത്തുവിടുന്നു എന്നാണ് പറയുന്നത്. എത്ര ക്ഷീണമുണ്ടെങ്കിലും അരയാൽ ചുവട്ടിൽ കുറച്ചു നേരം വന്നിരുന്നാൽ ആശ്വാസം നമുക്ക് ലഭിക്കും, കുളിർമ ലഭിക്കും. ശുദ്ധവായു ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് അരയാലിൻ്റെ ഇലകളിൽ നിന്നാണ്. അതുപോലെ ഭഗവാൻ ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ചതും ഈ ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണ്. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും ശ്രേഷ്ഠമായ വൃക്ഷമാണ് അശ്വത്ഥം എന്ന അരയാൽ. അപ്പോൾ ഭഗവാൻ പറയുന്നു, വൃക്ഷങ്ങളിൽ വെച്ച് ഞാൻ ഏറ്റവും ശ്രേഷ്ഠമായ അരയാലാകുന്നു. അതുപോലെ ഭഗവാന്റെ ഭക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളയാളാണ് നാരദ മഹർഷി. സദാസമയവും നാരായണ മന്ത്രം ജപിച്ച് നടക്കുന്ന നാരദ മഹർഷിയാണ് ഭക്തന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ളവൻ. അതുകൊണ്ട് തന്നെ ഭഗവാൻ പറയുന്നു, ഋഷിമാരിൽ വച്ച് ഞാൻ നാരദ മഹർഷിയാകുന്നു. അതുപോലെ ഗന്ധർവന്മാരിൽ ശ്രേഷ്ഠനാണ് ദേവഗായകനായ ചിത്രരഥൻ. അപ്പോൾ ഗന്ധർവന്മാരിൽ വച്ച് ഞാൻ ചിത്രരഥനാകുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അതുപോലെ സിദ്ധന്മാരിൽ കേമനാണ് കപില മഹർഷി. അനേകം സിദ്ധികളുള്ള മഹാഋഷിവര്യനാണ്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, സിദ്ധന്മാരിൽ വച്ച് ഞാൻ അതിശ്രേഷ്ഠനായ കപില മഹർഷിയാകുന്നു. ഇപ്രകാരം മഹത്തുക്കളായവരിൽ എല്ലാം വർത്തിക്കുന്നത് താൻ തന്നെ എന്ന് ഭഗവാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഈ ശ്ലോകത്തിലൂടെ. അടുത്ത 27-ാമത്തെ ശ്ലോകം നോക്കാം. ഉച്ചൈശ്രവസമശ്വാനാം വിത്തിമാമൃതോത്ഭവം ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം. അശ്വാനാം, അശ്വങ്ങളിൽ അഥവാ കുതിരകളിൽ വച്ച്, അമൃതോത്ഭവം ഉച്ചൈശ്രവസം, അമൃതമഥനത്തിൽ നിന്നുണ്ടായ ഉച്ചൈശ്രവസ്സാകുന്നു ഞാൻ. ഗജേന്ദ്രാണാം, ഗജശ്രേഷ്ഠന്മാരിൽ വച്ച്, ആനകളിൽ വച്ച്, ഐരാവതം ഞാനാകുന്നു.
നരാണാം മനുഷ്യരിൽ നരാധിപം ച നരാധിപൻ അതായത് രാജാവാകുന്നു ഞാൻ എന്ന് അറിയുക. മാം വിധി, അങ്ങനെയുള്ള ആളാണ് ഞാനെന്ന് നീ അറിയുക. കുതിരകളിൽ വച്ച് ഞാൻ ഉച്ചൈശ്രവസ്സാകുന്നു. അമൃതോത്ഭവം അതായത് അമൃതമഥനത്തിൽ പാലാഴി കടയുന്ന സമയത്ത് പാലാഴിയിൽ നിന്ന് ഉണ്ടായ കുതിരയാണ് ഉച്ചൈശ്രവസ്. അപ്പോൾ അമൃതോത്ഭവത്തിന് വേണ്ടി പാലാഴി കടയുമ്പോഴുണ്ടായ ആ ഉച്ചൈശ്രവസ് എന്ന കുതിരയാകുന്നു ഞാൻ. കുതിരകളിൽ വച്ച് ഞാൻ ആ ഉച്ചൈശ്രവസ്സാകുന്നു, ഏറ്റവും ശ്രേഷ്ഠനായ ആ കുതിരയാകുന്നു. ഗജശ്രേഷ്ഠന്മാരിൽ വച്ച് ഞാൻ ഐരാവതമാകുന്നു. അതും പാലാഴി മഥനത്തിൽ ഉയർന്നു വന്ന ആനയാണ്. അപ്പം ഗജങ്ങളിൽ വച്ച് ഞാൻ ഗജേന്ദ്രനായ ഐരാവതമാകുന്നു. അതുപോലെ മനുഷ്യരിൽ വച്ച് ഞാൻ രാജാവാകുന്നു എന്ന് നീ അറിയുക. അമൃതം നേടുന്നതിനായി ദേവകളും അസുരന്മാരും പാലാഴി മഥനം നടത്തിയുണ്ടായി, നമുക്കറിയാമല്ലോ. അതിൽ നിന്നും പല വസ്തുക്കളും ജീവികളും ഉയർന്നു വന്നു. അവയിലൊന്നാണ് ഉച്ചൈശ്രവസ് എന്ന കുതിര. അതുകൊണ്ട് തന്നെ കുതിരകളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് ഉച്ചൈശ്രവസ്. അതുകൊണ്ട് കുതിരകളിൽ വെച്ച് ഞാൻ ഉച്ചൈശ്രവസ്സാകുന്നു. അതുപോലെ ഉയർന്നു വന്ന ഒന്നാണ് ഐരാവതം എന്ന ആന. അതുകൊണ്ട് തന്നെ ആനകളിൽ വച്ച് ഞാൻ ഏറ്റവും ശ്രേഷ്ഠനായ ഐരാവതമാകുന്നു. അങ്ങനെ ഈ ശ്രേഷ്ഠങ്ങളായ മൃഗങ്ങൾ അവരെല്ലാം ഭഗവാന്റെ പ്രതിനിധികൾ തന്നെ എന്ന് ഭഗവാൻ പറയുകയാണ്. അതുപോലെ മനുഷ്യരിൽ വച്ച് മനുഷ്യൻ്റെ അധിപനായ രാജാവായ ആ വ്യക്തിയാകുന്നു ഞാൻ. മനുഷ്യരിൽ വച്ച് രാജാവാകുന്നു ഞാൻ. പ്രജകളെല്ലാം രാജാവിന് ഈശ്വരതുല്യമായിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ മനുഷ്യരിൽ വച്ച് ഞാൻ രാജാവാകുന്നു. ഇങ്ങനെ പ്രപഞ്ചത്തിലെ സകലത്തിലും ശ്രേഷ്ഠത എവിടെ കാണുന്നുവോ അവിടെയെല്ലാം എന്നെ കാണണം, ഞാനാകുന്നു അത് എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളണം. അതായത് പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. ഓരോന്നോരോന്ന് എടുത്തെടുത്ത് പറയുന്നു എന്ന് മാത്രം. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.